അതിനോട് കൊണ്ടുപോയി അത് കൊണ്ടുപോയി വിട്ടേട്ടാ കേക്ക് കൊടുക്ക അച്ഛാ ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ താങ്ക് യു. അച്ഛനെന്ത് തോന്നുന്നു 60 വയസ്സായിട്ട്? 60 വയസ്സിൽ പ്രത്യേകം തോന്നുന്നില്ല, ഇപ്പോഴും ചെറുപ്പം. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണം. ഒരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി പതിവിൽ വിപരീതമായി ഞാൻ ഇന്ന് ആദ്യം റെഡി ആയിട്ടോ. അപ്പോൾ എനിക്കുള്ളൊരു വലിയ ബഹുമതിയും റെക്കോർഡുമാണത്. പേടിച്ചു പോയി. ഇതേ ഞാൻ മാത്രമല്ല, ഇപ്പം അതെ രോഹിത് റെഡി ആയിട്ടുണ്ട്. ഞാനും രോഹിത്തും കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനാണ് ആദ്യം റെഡി ആവുന്ന ആൾ കേട്ടോ. രോഹിത്ത് വളരെ സമയമെടുത്ത് മുടിയൊക്കെ ചീകി സ്പ്രേ ഒക്കെ അടിച്ച് മുണ്ടൊക്കെ അയൺ ചെയ്ത് വളരെ ലേറ്റാണ് രോഹിത് റെഡിയാവാൻ. രോഹിത് റെഡിയാവാൻ ലേറ്റ് ആവുന്നു എന്നുള്ളതല്ല നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. നമ്മൾ ഇന്നൊരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങാൻ പോവുകയാണ്. സമയം ഇപ്പോൾ 8:30 ആയിട്ടുണ്ട്. എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ടംകുളത്തോട്ടാണ്. കഴിഞ്ഞ നമ്മുടെ ഒരു വ്ളോഗ് വട്ടംകുളം വീടും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ നാടാണ് വട്ടംകുളം. അപ്പോൾ നല്ലൊരു റെസ്പോൺസുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു, കണക്ട് ചെയ്യാൻ പറ്റി, നിങ്ങളുടെയൊക്കെ ചൈൽഡ്ഹുഡ് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റി എന്നൊക്കെ പറഞ്ഞ് നല്ല റെസ്പോൺസുള്ള ഒരു വീഡിയോ ആയിരുന്നു വട്ടംകുളം വ്ളോഗ്. എനിക്കും ആ ഒരു വ്ളോഗ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഗുഡ് ഫീൽ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ച് വീണ്ടും വട്ടംകുളത്തോട്ടാണ് പോകുന്നത്. കഴിഞ്ഞ വ്ളോഗിൽ തന്നെ ഞാൻ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ പിറന്നാൾ നമ്മൾ വട്ടംകുളം വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അച്ഛൻ ട്വിൻസിൽ ഒരാളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അച്ഛൻ്റെയും വല്യമ്മയുടെയും 60ാം പിറന്നാളാണ്. നമ്മൾ വട്ടംകുളം വെച്ചിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പന്തലും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടോ ആയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്. അച്ഛമ്മയുടെ ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു അവരുടെ 60ാം പിറന്നാൾ വട്ടംകുളം വെച്ച് തന്നെ നടത്തണം എന്നുള്ളത്. അതുകൊണ്ടാണ് കുറച്ച് പൂട്ടിക്കിടക്കുന്ന വീടാണെന്നുണ്ടെങ്കിലും നമ്മൾ അവിടെ പോയി വൃത്തിയാക്കി റെഡിയാക്കി പിറന്നാൾ അവിടെ വെച്ച് നടത്താം എന്ന് വിചാരിച്ചത്. അച്ഛൻ രാവിലെ എണീറ്റ് വട്ടംകുളം പോയിട്ടുണ്ടായിരുന്നു. അച്ഛമ്മ ഇപ്പം നിൽക്കുന്നത് വല്യമ്മയുടെ ഒപ്പമാണ്. അത് വലിയൊന്നാണ്. അച്ഛമ്മയ്ക്ക് ചെറുതായി കാലിനൊരു സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വീണിട്ട്. അപ്പോൾ എന്നാലും നമ്മൾ അത്യാവശ്യം കുറച്ച് റിസ്ക് ഒക്കെ എടുത്ത് അച്ഛമ്മേനെ നമ്മൾ വട്ടംകുളം എത്തിക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വ്ളോഗ്. അച്ഛൻ്റെ വീട് മാത്രമേ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ, വീട്ടുകാരും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ്റെ വീട് കുറച്ച് നാട്ടുമ്പുറ ആവുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ കുറച്ചും കൂടെ ഇന്നസെൻ്റ് ആണ്, കുറച്ചും കൂടെ ഓപ്പണായി സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇന്ന് അച്ഛൻ്റെ വീടും അച്ഛൻ്റെ പിറന്നാളും അച്ഛൻ്റെ വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ നമുക്ക് കാണാം. പിന്നെ സമയം കളയണ്ട, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. അമ്മയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. രോഹിത്തിനെ ഞാൻ കാണിച്ചപ്പോൾ അമ്മ പറയായിരുന്നു കേട്ടോ, അമ്മ ഭയങ്കര ലുക്ക് ആയിട്ടാണ് റെഡി ആയിട്ടുള്ള. അമ്മേനെ ഒന്ന് കാണിക്കാം നമ്മുടെ സാരി. ഇത് അച്ഛൻ അമ്മയ്ക്ക് ഗിഫ്റ്റ് ചെയ്ത സെറ്റ് സാരിയാണ് കേട്ടോ. പിറന്നാളിനല്ല, ഓണത്തിന് തന്നതല്ലേ. എനിക്കും അച്ഛനൊരു സെറ്റ് സാരി തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് എടുക്കാന്നൊക്കെ വിചാരിച്ചത്, പക്ഷെ ബ്ലൗസ് ഒന്നും ശരിയായില്ല. അതുകൊണ്ട് മിന്ത്രേന്ന് ഓർഡർ ചെയ്ത ഈ സൽവാറാണ് ഞാനൊന്ന് ഇടുന്നത്. അവസാന നിമിഷം വെച്ച് മാറിയൊരു പ്ലാനായിരുന്നു. എനിക്കെൻ്റെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും എന്തെങ്കിലും ഡ്രസ്സ് ഇടണമല്ലോ അല്ലെ. മമ്മി സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. വെലിനെ കൊണ്ടുപോയാലോ? വെലിനെ കൊണ്ടുപോകണില്ല. വെലിനെ കൊണ്ടുപോയി വെലി തീരുമാനമാക്കി തരും ഫംഗ്ഷൻ. ഇപ്പൊ യശോദാന്റി വരും, അപ്പോൾ യശോദാന്റി വിട്ടോളും. രോഹിത് അവിടെ നിന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കമന്റ്സിലൊക്കെ. രോഹിത് ഇവിടെ ഇരുന്ന് വണ്ടി ഓടിക്കുന്നുണ്ട്. രോഹിത്തിന് ലോങ് വീഡിയോസിൽ വന്നാലേ അത്ര ഒരു ഈസി കാര്യമല്ല സംസാരിക്കല്. അപ്പൊ അതുകൊണ്ട് രോഹിത് ഷോർട്സിലും ഡാൻസിലും ഒക്കെ വരാം. ലോങ് വീഡിയോസ് ഒഴിവാക്കി തരണമെന്നാണ് രോഹിത്തിനോട് പറഞ്ഞത്. ഇല്ല രോഹിത്തെ കണ്ടോ, മിണ്ടില്ല. മിണ്ടാൻ ചില ആൾക്കാർക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരിക്കുമല്ലോ. ആ ഒരു ഗ്രൂപ്പാണ് രോഹിത്തും അമ്മയൊക്കെ. രാവിലെ പോയിട്ട് ഞാനും രോഹിത്തും കൂടെ ഇന്നലെ ഓർഡർ ചെയ്ത കേക്കും കാര്യങ്ങളൊക്കെ പിക്ക് ചെയ്തായിരുന്നു കേട്ടോ. അല്ല, നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ച സാധനങ്ങളൊക്കെ വെച്ചോ? ഇവിടാണോ? പെട്ടെന്ന് എനിക്ക് ഓർമ്മ. അപ്പോൾ നമുക്ക് പോവാം. എനിക്ക് മൂക്കുത്തിയും കമ്മലും ഈ ഒരു മാലയും എല്ലാം കൂടെ കുറച്ച് ഓവറായോ എന്ന് പോയി. ഒരു പൊട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ആ പൊട്ട് ഞാൻ ഊരി. എനിക്ക് ഇത്ര ഓവറായിട്ട് അങ്ങോട്ട് ചമഞ്ഞൊരുങ്ങുമ്പോൾ ഞാനല്ലാത്തതുപോലെ ആരൊക്കെയോ ആയതുപോലെ എനിക്ക് തോന്നും. പക്ഷെ ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂക്കുത്തി എനിക്ക് ഇടണ്ട, ഊരാൻ പറ്റുന്നില്ല. നഖം വലുതായതിന്റെ പ്രശ്നങ്ങൾ എനിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുട്ടി നഖം ഞാൻ എപ്പോഴും വെക്കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നഖം തന്നെ ഞാൻ നല്ലോണം കട്ട് ചെയ്ത് ചെറിയ നഖം വെക്കാറ്. ഇത് ഞാൻ 2ാമത്തെ തവണയാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം അതിൻ്റെ വലുപ്പം കൂടി തുടങ്ങി. ഇപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടായി തുടങ്ങി. എനിക്ക് തോന്നുന്നില്ല എൻ്റെ വീടിൻ്റെ അടുത്ത് എവിടെയും നെയിൽ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് എന്നുള്ളത്. കോഴിക്കോട് പോകുമ്പോൾ നമുക്ക് അവിടുന്ന് അത് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് വട്ടംകുളം പോവാം. ഇവിടെ നിന്ന് ഒരു 3/4 മണിക്കൂർ
മണിക്കൂർ എടുക്കുന്നുണ്ടായിരിക്കും വട്ടംകുളം. മുന്നേ കുറച്ചും കൂടെ നേരത്തെ എത്തുമായിരുന്നു കേട്ടോ. ഇപ്പോൾ റോഡ് പണിയൊക്കെ ആയതുകൊണ്ടേ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മളിതേ അച്ഛൻ്റെ വീട്ടിൻ്റെ അവിടെ എത്താനായി കേട്ടോ. കഴിഞ്ഞ വ്ളോഗിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ വീട് എവിടെയാണ്. എടപ്പാള് വട്ടംകുളം നീലിയാടാണ് അച്ഛൻ്റെ വീട് വരുന്നത് കേട്ടോ. മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം നല്ല പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ കാറ് തൊട്ട് ഫ്രണ്ടിലെ വീട്ടിൽ പാടശ്ശേരി എന്ന് പറയും, അവിടെയാണ് നിർത്തുന്നത്. ഇവിടെ നിന്ന് നമുക്ക് വാങ്ങിച്ച കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഇനി നമ്മുടെ തറവാട്ടിലോട്ട് പോകാം. നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് വീട് വരുന്നത് കേട്ടോ. കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഓണത്തിന് 2 ദിവസം മുന്നേ ആയിരുന്നു കേട്ടോ അച്ഛൻ്റെ പിറന്നാൾ. ഞാൻ ഈ വ്ളോഗ് പോസ്റ്റ് ചെയ്യാൻ കുറച്ചൊന്ന് ലേറ്റായി. ആ സമയത്ത് അടുപ്പിച്ചടുപ്പിച്ച് മഴ പെയ്യുന്നുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പന്തലിടാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ഓപ്പൺ സ്പേസിൽ ചെയ്യുന്നത് നല്ലൊരു പരിപാടി തന്നെ ആയേനെ. പിന്നെ നമ്മൾ ക്ലോസ് ഫാമിലിയും അച്ഛൻ്റെയും വല്യമ്മയുടെയും ക്ലോസ് ഫ്രണ്ട്സിനെ മാത്രം വിളിച്ചും കൊണ്ടുള്ള ചെറിയൊരു പരിപാടിയായിരുന്നു കേട്ടോ ഇത്. എന്താ കേക്ക് അപ്പുറത്ത് വെക്കണം? ആളുകളെല്ലാവരും വന്നു തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. ഏകദേശം ഒരു 10-11 മണിയോട് കൂടെ പരിപാടി തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അച്ചമ്മയും വല്യമ്മയുടെ അകത്ത് നമുക്ക് പോയി കാണാം. അച്ചമ്മ കുറച്ച് യാത്ര ചെയ്തതിൻ്റെ ക്ഷീണത്തിലാണ്. തൽക്കാലം അച്ചമ്മ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. എണീറ്റൊന്ന് ഉഷാറായതിനു ശേഷം നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. കാര്യമായ ഡെക്കറേഷനൊന്നുമല്ല, കാരണം ഇതിലെ പല ഡെക്കറേറ്റീവ് ഐറ്റംസും ഞാനാണ് വാങ്ങിച്ചത്, വേറെ പലതും രോഹിത്താണ് വാങ്ങിച്ചത്. പിന്നെ ഈ പന്തലിൻ്റെ കളർ എന്താണെന്ന് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ വാങ്ങിച്ച പല കളറുകൾ തമ്മിലുള്ള ഒരു ഡെക്കറേഷനാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. കാര്യമായിട്ട് കളർ കോഡും കാര്യങ്ങളും ഒന്നുമില്ല. ഓണം വ്ളോഗിൽ നമ്മുടെ അനിയത്തിമാരെയും പിന്നെ എൻ്റെ കസിൻസിനെയൊക്കെ കാണിച്ചപ്പോൾ 1-2 കമൻറ്റ്സ് വന്നായിരുന്നു അച്ഛൻ്റെ സൈഡിലുള്ള കസിൻസിനെയും കൂടെ കാണിക്കുമെന്ന്. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് രമ്യ ചേച്ചി. രമ്യ ചേച്ചി എൻ്റെ അച്ഛൻ്റെ ട്വിൻ സിസ്റ്ററുടെ മോളാണ് കേട്ടോ. രമ്യ ചേച്ചിയുടെ ഹസ്ബൻഡാണ് മനുവട്ടൻ. പിന്നെ ഒരു ചേട്ടനും കൂടെ ഉണ്ട്. ചേട്ടനും ചേച്ചിയും ഗൾഫിലാണ്. ഇന്നലെ വൈകുന്നേരം പോയി ഒപ്പിച്ചതാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ എല്ലാ കളറും ഉണ്ട്. ചുവപ്പുണ്ട്, പിങ്ക് ഉണ്ട്, കേക്ക് വേറൊരു കളറാണ്, പിന്നെ ഗോൾഡൻ ഉണ്ട്. അങ്ങനെ ഒട്ടുമിക്ക എല്ലാ കളേഴ്സും ഉണ്ട് നമ്മൾ ഇന്ന് ചെയ്യുന്നൊരു ഡെക്കറേഷനിൽ. ഇതാരാന്നറിയോ? കഴിഞ്ഞ നമ്മുടെ വട്ടംകുളം വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ ജീപ്പിൻ്റെ മുകളിൽ രമ്യ എന്ന് പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ രമ്യയാണ് ഈ രമ്യ. അല്ലേ രമ്യ? അതെ. നമ്മൾ ഒരു സ്പീക്കർ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് സ്പീക്കർ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ തിരക്കിനിടയിൽ അവസാനം നമ്മൾ എന്തെങ്കിലുമൊക്കെ മറക്കുമല്ലോ, അങ്ങനെ എന്ന് പറഞ്ഞൊരു കാര്യമാണ് സ്പീക്കർ. അപ്പോൾ തൽക്കാലം നമ്മുടെ കസിൻസിൻ്റെ വീട് ചുറ്റുമുണ്ട്. നമുക്ക് ഇവിടെ പോയിട്ടൊരു സ്പീക്കർ തരുമെന്ന് ചോദിക്കും. ഇതെൻ്റെ അച്ഛമ്മയുടെ ചേച്ചിയുടെ വീടാണ് കേട്ടോ. ചേച്ചിയുടെ മോൻ്റെ വീടാണ്, അച്ഛൻ്റെ ഫസ്റ്റ് കസിൻ്റെ വീട്. ഇവിടെ നിന്ന് നമുക്ക് സ്പീക്കർ കിട്ടിയില്ല. സ്പീക്കർ ഉണ്ടായിരുന്നു 1-2 ഇവിടെ, പക്ഷെ നമുക്കിങ്ങനെ ലാപ്ടോപ്പിലും സിസ്റ്റത്തിലും ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന സ്പീക്കറാണ്. നമുക്കിനി ഇവിടെ അടുത്ത് രാധിക ചേച്ചി ഉണ്ട്, അപ്പോൾ അവിടെ നമുക്ക് സ്പീക്കർ കിട്ടുമോ നോക്കാം. ഇവിടെ ചുറ്റുമുള്ളത് നമ്മുടെ വീട്ടുകാർ തന്നെയാണ് കേട്ടോ, ഈ കാണുന്നതെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഒരു സ്പീക്കർ ഒപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇന്നലെ വൈകുന്നേരം വന്നിട്ട് കുറച്ച് ഡെക്കറേഷൻ പരിപാടിയൊക്കെ തീർത്ത് വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇന്നലെ വൈകുന്നേരം ഒരു ഓട്ടമായിരുന്നു കേട്ടോ. അതായത് കേക്ക് ഓർഡർ ചെയ്യാനും കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കാനും ഒക്കെ സെറ്റപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു ചെറിയ ഓട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ വരാനും ഡെക്കറേറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്പം കടന്ന് ഈ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവൻ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് സ്റ്റൂളും കോണിയും ഒന്നും എടുത്ത് വന്ന് അധികം സമയം കളയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ അലങ്കോല പരിപാടികളൊക്കെ ഏകദേശം തീരുമാനമായപ്പോഴേക്ക് ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അച്ഛൻ അത്യാവശ്യം നല്ല സോഷ്യലായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാവരും ഈ ഒരു പരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു ഫാമിലി പിക്ചർ നമുക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നെ രോഹിത് എന്താ ചെയ്യുന്നതെന്ന് 1-2 കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. രോഹിത് ഇറ്റലിയിൽ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ്റെ ബിടെക് കഴിഞ്ഞിട്ട്. പക്ഷെ അവന് കാര്യങ്ങളെല്ലാം മുഴുവൻ അങ്ങോട്ട് സെറ്റായില്ല. അവിടെ ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. അപ്പോൾ ഇവൻ അങ്ങോട്ട് മുഴുവൻ റെഡിയായില്ല. തൽക്കാലം ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്ത് എറണാകുളത്ത് അവന് വേണ്ട കുറച്ച് കാര്യങ്ങളും മോഡലിങ്ങും ഒക്കെ ട്രൈ ചെയ്യാണ്. അതാണ് ഇപ്പോൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് സദ്യയാണ്. അത് നമ്മളിവിടെ അടുത്ത് തന്നെ ഒരു കേറ്ററിംഗ് ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതെ നമ്മുടെ സദ്യ വിഭവങ്ങൾ എല്ലാം വന്നിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് സെറ്റായാൽ നമുക്ക് ലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇതാരാന്ന് മനസ്സിലായോ? വട്ടംകുളത്ത് വന്നിട്ട് എടുത്ത റീൽസിൽ നമ്മൾ പറഞ്ഞില്ലേ യശോദ ചേച്ചി രാഘവേട്ടനെ പറ്റി. പരിപാടിക്ക് ഏകദേശം ഓണായിട്ടുണ്ട്. എല്ലാവരും വന്നു തുടങ്ങി. ഞാൻ എൻ്റെ കസിൻ ചന്തു ഋത്തിക് പുള്ളീനൊന്ന് കാണാൻ വേണ്ടി പോകാട്ടോ. കാരണം വിഷ്ണുവിൻ്റെ അച്ഛനും അമ്മയും വരുന്നുണ്ട്. അവർ ട്രെയിനിനാണ് വരുന്നത്. അപ്പോൾ കുറ്റിപ്പുറത്ത് അവർ ഇറങ്ങുക. അപ്പോൾ അവിടെ പോയി പിക്ക് ചെയ്യണം. രോഹിത് പോയി പിക്ക് ചെയ്യുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവുക. അവർ വന്ന് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇവരെത്താൻ വേണ്ടി ഏകദേശം 12:30-12:45 ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചന്തുവിനോടൊന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു, പോയി പിക്ക് ചെയ്യുമെന്ന്. ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് വരാനേ അമ്മയ്ക്കും അച്ഛനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം 2-2.5 മണിക്കൂറോളം എടുക്കും ഇങ്ങോട്ട് എത്താൻ, റോഡിൻ്റെ പ്രശ്നം കാരണം. പിന്നെ ട്രെയിനാണെങ്കിൽ എളുപ്പമാണ്.
ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറിനുള്ളിൽ എത്തും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവനോടൊന്ന് ചോദിച്ചു നോക്കി നോക്കട്ടെ, ഒന്ന് പോയി പിക്ക് ചെയ്യുമോ. നമ്മളാകെ നാട്ടിൽ വരിക ഒരു 4 ആഴ്ചയ്ക്കോ അല്ലെങ്കിൽ ഒരു 3 ആഴ്ചയ്ക്കൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ എല്ലാ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകുകയെന്നുള്ളതും ഭയങ്കര സമയം കൺസ്യൂം ചെയ്യുന്നൊരു പരിപാടിയാണല്ലേ. അപ്പോൾ ഇത്തവണ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയ ഒരു കാര്യം, വെല്ലച്ചൻ്റെ പരിപാടി ഉണ്ടായിരുന്നു, വെല്ലച്ചൻ്റെ പിറന്നാൾ, അതേപോലെ ഇപ്പം അച്ഛൻ്റെ ബർത്ത്ഡേയും കൂടി ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാ റിലേറ്റീവ്സിനെയും എനിക്ക് കാണാൻ പറ്റി. അതുകൊണ്ട് അടുത്ത തവണ ഞാൻ ആലോചിക്കുമായിരുന്നു, വന്നു കഴിഞ്ഞാൽ ഒരു പരിപാടി വയ്ക്കുക, അപ്പോൾ എല്ലാവരെയും നമുക്ക് ഒരു ദിവസം തന്നെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളും ഹാപ്പി, അവരും ഹാപ്പി. എല്ലാവരും എത്താനൊക്കെ നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറച്ചൊന്ന് സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. വിഷ്ണുവിൻ്റെ പേരൻസും ഇപ്പം തന്നെ എത്തും, രോഹിത് പിക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ അവരും കൂടെ വന്നിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങാം. ഈ കേക്ക് ഇന്നലെ വൈകുന്നേരം ഞാനും രോഹിത്തും കൂടെ പെട്ടെന്ന് പോയി ഓർഡർ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഈ നമ്മളൊരു പുതിയ കളറാണ് ഇവിടെ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കേക്ക് ഒരു ലാവൻഡർ കളറാണ്. കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ വളാഞ്ചേരി. അപ്പോൾ വളാഞ്ചേരി തന്നെയാണ് നമ്മൾ കേക്ക് ഓർഡർ ചെയ്തത്. ഈ ഒരു കേക്കിൻ്റെ മേഖല തന്നെ എനിക്കധികം അറിവുള്ളൊരു മേഖലയൊന്നും അല്ല കേട്ടോ. ഞാൻ ഇന്നേ വരെ കേക്ക് ബേക്ക് ചെയ്തിട്ട് പോലും ഇല്ല. ബനാന ബ്രെഡൊക്കെ 1-2 തവണ ഞാൻ ചെയ്തിട്ടുണ്ട്, അതല്ലാതെ കൂടുതൽ ഐഡിയ ഒന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. നമ്മൾ ഈ മുകളിലെ കേക്ക് എടുത്ത് വെക്കുമ്പോൾ അടിയിലെ കേക്ക് എങ്ങാനും ചപ്പിളിപിളിയായി പോകുമെന്നുള്ളതൊക്കെ. ഇവരാണെങ്കിൽ പറഞ്ഞു നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ, അതുകൊണ്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി എന്നുള്ളത്. പക്ഷേ ഒരു തവണ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ടെൻഷനൊക്കെ പോയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി കേക്കായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. കേക്കൊക്കെ കട്ട് ചെയ്യാനായപ്പോഴേക്ക് അമ്മയും അച്ഛനും എത്തിയിട്ടുണ്ട്. ട്രെയിൻ ആക്ച്വലി കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു, അതാണ് അവർ എത്താൻ ലേറ്റ് ആയത് കേട്ടോ. ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം ഇനി നമുക്ക് മെല്ലെ കേക്ക് കട്ട് ചെയ്യുന്ന പരിപാടിയിലോട്ട് കിടക്കാം. അച്ഛമ്മ ഉഷാറായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അച്ഛമ്മയ്ക്ക് കാലിനൊരു ചെറിയ സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് അച്ഛമ്മ ഇപ്പോൾ അധികം നടക്കാത്തത്. അങ്ങനെ ഇവർ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അച്ഛനെയും വല്യമ്മേനെയും ക്യാരി ചെയ്തിരുന്ന സമയത്തുള്ള ഒരുപാട് കഥകൾ അച്ഛമ്മ ഇങ്ങനെ പറഞ്ഞു തരാറുണ്ട് കേട്ടോ. അതായത് അച്ഛമ്മയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ട്വിൻസാണ് ഉണ്ടായിരുന്നതെന്നുള്ളത്. അന്നിങ്ങനെ പ്രസവം എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലെ ആൾക്കാർ വരുമല്ലോ. അപ്പോൾ ഒരു കുട്ടീനെ എടുത്തു കഴിഞ്ഞിട്ടും പ്രസവം കംപ്ലീറ്റ് ആവാത്തതുകൊണ്ടാണ് പിന്നെ ഒരാളും കൂടെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞത്. അങ്ങനെയുള്ള പഴയ കാലത്ത് ഒരുപാട് കഥകൾ അച്ഛമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വല്യമ്മ എന്ന് വിളിക്കുന്നതായിട്ട് നിങ്ങളാരും കൺഫ്യൂസ്ഡ് ആവണ്ട കേട്ടോ. എനിക്ക് എന്തുകൊണ്ടാണ് ഞാൻ വല്യമ്മ എന്ന് വിളിക്കുന്നത് എനിക്കറിയില്ല. ഇപ്പം ഞാൻ അമ്മയുടെ അച്ഛനെയും വല്യച്ഛൻ എന്നാണല്ലോ വിളിക്കുന്നത്. പേരുകളൊക്കെ മൊത്തം കൺഫ്യൂസ്ഡ് ആണ്. പക്ഷേ എന്നാലും ഇവരുടെയൊക്കെ പൊസിഷൻ എൻ്റെ അച്ഛൻ്റെ അനിയത്തി, അമ്മയുടെ അച്ഛൻ എന്നുള്ളതൊക്കെ തന്നെയാണ്. കേക്കെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ചെറിയ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വല്യമ്മയ്ക്കും അച്ഛനും ഒക്കെ. അപ്പോൾ വല്യമ്മയ്ക്ക് നമ്മൾ കൊടുത്തു. പിന്നെ അച്ഛൻ ഏറ്റവും സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരിക്കുക രോഹിത്തിൻ്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയപ്പോഴായിരിക്കും കേട്ടോ. രോഹിത്ത് ഒരു വാച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു അച്ഛന്. കഴിഞ്ഞ ദിവസം ഞാനും അമ്മയും രോഹിത്തും കൂടെ മലബാർ ഗോൾഡിൽ പോയിട്ടുണ്ടായിരുന്നു അച്ഛനൊരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് രോഹിത്തിനും പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായത്, അച്ഛനൊരു വാച്ച് ഗിഫ്റ്റ് ചെയ്യാന്നുള്ളത്. ഞാനും അമ്മയും കൂടെ അച്ഛനൊരു റിങ്ങാണ് കേട്ടോ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അച്ഛൻ അത്യാവശ്യം നല്ല സ്പെസിഫിക് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. എനിക്ക് ആ സ്വഭാവം കിട്ടിയത് അച്ഛൻ്റെ അത് തോന്നുന്നു. അതായത് ഇപ്പോൾ അച്ഛൻ വാച്ചോ ജ്വല്ലറീസോ ഡ്രസ്സോ എന്തിനാണെന്നുണ്ടെങ്കിലും അച്ഛൻ അത്യാവശ്യം നല്ല ഒപ്പീനിയൻ ഉണ്ട് അതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയായിരുന്നു സർപ്രൈസായിട്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോഴും അച്ഛൻ ഇത് കൊണ്ട് റിട്ടേൺ ചെയ്യുമെന്നുള്ളത്. പിന്നെ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ അച്ഛനെയും കൊണ്ടുപോയി വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ പോയി വാങ്ങിക്കുകയാണല്ലോ. അപ്പോൾ ഞാനത് കൊടുക്കുമ്പോഴേ എക്സ്പെക്റ്റഡ് ആയിരുന്നു. പിന്നെ വട്ടംകുളത്ത് ഇപ്പോൾ ഈ വീട്ടിൽ ആരുമില്ല. അച്ചമ്മയ്ക്ക് പ്രായമായതും കാലൊക്കെ ചെറുതായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും വല്യമ്മയുടെ ഒപ്പമാണ്. അതുകൊണ്ട് തന്നെ പൂട്ടി കിടക്കുന്ന ഈ ഒരു വീട്ടിൽ വെച്ചിട്ട് പരിപാടി നടത്താൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ചാലഞ്ചിങ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് സദ്യ കഴിക്കാം കേട്ടോ. ഞാൻ പൊതുവേ പറഞ്ഞിട്ടില്ലേ, എൻ്റെ വീട്ടിൽ അങ്ങനെ അധികം ആരും സംസാരിക്കുന്ന ആൾക്കാരല്ല. ഇവിടെ സംസാരിക്കുന്ന ആൾക്കാർ ഞാനും ദീമേമയാണ് കേട്ടോ. ഞങ്ങൾക്കാണ് കുറച്ചെങ്കിലും ഒരു സംസാര കാര്യത്തിൽ സിമിലാരിറ്റീസ് ഉള്ളത്. പക്ഷേ ദീമേമ എന്നെക്കാൾ കുറച്ചും കൂടെ പീപ്പിൾ പ്ലീസിങ് ആണ് തോന്നുന്നു. ഇത്തവണ നാട്ടിൽ വന്നിട്ട് എന്തായാലും സദ്യ കഴിച്ചില്ല എന്നുള്ളൊരു വിഷമവും ഇല്ല. ഓണത്തിനും പിറന്നാളുകൾക്കൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ സദ്യ കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിഞ്ഞു. അമ്മയും അച്ഛനും ഇറങ്ങായി. ഇനി കോഴിക്കോടേക്ക് എത്തണ്ടേ. ട്രെയിനിൻ്റെ സമയം നോക്കിയിട്ടാണ് കേട്ടോ ഇവർ ഇറങ്ങുന്നത്. അപ്പോൾ എന്തായാലും ദീമമ്മയും ഹരീഷ് മാമയും കൂടെ ഒപ്പം ഇറങ്ങാമെന്ന് പറഞ്ഞു. എന്നാൽ അവരെ ട്രെയിൻ സ്റ്റേഷനിലോട്ട് ഡ്രോപ്പ് ചെയ്യാമല്ലോ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കോഴിക്കോട് നിന്ന് വളാഞ്ചേരി വരാൻ ഏറ്റവും എളുപ്പം ട്രെയിനാണ് കേട്ടോ. കോഴിക്കോട് നിന്ന് നേരെ കയറി കഴിഞ്ഞാൽ കുറ്റിപ്പുറത്തും. വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 15 മിനിറ്റും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീടെത്തി. വന്ന എല്ലാ ആൾക്കാരും ഏകദേശം പോയി തുടങ്ങി. അതായത് നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. വയറ് നിറയെ സദ്യയും പായസവും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം ഉറക്കം വരാനുണ്ട്. ആ ഒരു ഉറക്കത്തിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഞാൻ പകുതി ഇപ്പോഴേ ഉറങ്ങിക്കുന്നു. ഇവർ സംസാരിക്കുന്നത് പലതും ഞാൻ കേൾക്കുന്നൊന്നുമില്ല. ഒരു ഹാലൂസിനേറ്റ് ചെയ്യുന്ന പോലെയാണ് ഇതെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്.
എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. അച്ഛമ്മ ആഗ്രഹിച്ചതുപോലെ ഇവർ രണ്ടുപേരുടെയും പിറന്നാൾ നമുക്ക് ഇവിടെ വെച്ച് നടത്താൻ പറ്റി. നേരത്തെ പറഞ്ഞതുപോലെ പൂട്ടി കിടക്കുന്ന വീടായത് കാരണം കുറച്ച് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അത്യാവശ്യം നന്നായിട്ട് പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റി. വെല്ലച്ചൻ്റെ പിറന്നാളും ഇപ്പം അച്ഛൻ്റെ പിറന്നാളും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മുണ്ട് എക്സ്പോർട്ടിങ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ് കേട്ടോ. കാരണം അത്രയധികം മുണ്ടും സെറ്റ് മുണ്ടും ഒക്കെയാണ് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. പരിപാടിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് രമ്യ ചേച്ചി മനുവേട്ടനും കൂടെ അച്ഛമ്മേനെയും കൊണ്ട് വലിയവന്ന് പോയി കേട്ടോ. അതായത് വല്യമ്മയുടെ വീട്ടിൽ. നമ്മുടെ വീടിന് ഏകദേശം ഒരു 15 മിനിറ്റേ ഉള്ളൂ അങ്ങോട്ട്. അച്ഛൻ ഇവിടെ പരിപാടി തീർന്നതിൻ്റെ കുറച്ച് സെറ്റിൽമെൻറ്റ്സും കൂടെ ബാക്കിയുണ്ട് കേട്ടോ. അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഉറക്കം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു 10-15 മിനിറ്റെങ്കിലും ഒന്ന് കിടന്നുറങ്ങട്ടെ, എന്നാലാണ് ഞാനൊരു നോർമൽ ലൈഫിലോട്ട് തിരിച്ചു വരുള്ളൂ. ഉച്ചയ്ക്ക് ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഒരു പ്രത്യേക തരം ഗ്ലോ ഫീൽ ചെയ്യില്ലേ? എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കറിയില്ല, നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഇവിടെ ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയാണ് സമ്മാനങ്ങളുള്ളത് എന്നുള്ളത്. പറഞ്ഞതുപോലെ മെയിനായിട്ട് മുണ്ടും സെറ്റ് മുണ്ടും ഒക്കെ തന്നെയായിരുന്നു. പരിപാടിയെല്ലാം അവസാനിച്ചു. ഇനി നമുക്ക് മെല്ലെ ഇറങ്ങാം. അച്ഛമ്മയും അച്ഛനും വല്യമ്മയും വിചാരിച്ചതുപോലെ ഈ ഒരു പിറന്നാൾ നടത്താൻ പറ്റിയതിൽ എനിക്കും എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട്. ഇതായിരുന്നു ഞാൻ നാട്ടിലോട്ട് വരാനുള്ള മെയിൻ 2 കാരണങ്ങൾ കേട്ടോ. ഒന്ന് വെല്ലച്ചൻ്റെ 84-ാം പിറന്നാളായിരുന്നു. പിന്നെ അച്ഛൻ്റെ 60-ാം പിറന്നാളും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പോക്ക് ഏകദേശം കുറച്ചും കൂടെ നീട്ടിട്ടുണ്ടായിരുന്നത്. ഇതും കൂടെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത്രയൊക്കെയാണ് ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് നല്ല വ്ളോഗായിട്ട് കാണാം. ഇനി കുറച്ച് വ്ളോഗുകളും കൂടെയാണ് നാട്ടിൽ നിന്ന് ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. കാരണം ഞാൻ തിരിച്ചു പോകാനുള്ള ഡേറ്റ് എടുത്തു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.